ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം രാവിലെ ഓടാൻ ഇറങ്ങിയേക്കണം കേട്ടോ. എപ്പോഴും എണീക്കാൻ നേരത്ത് 10 മണിക്കും. രാവിലെ എന്ന് പറഞ്ഞാൽ അതിരാവിലെ ഒന്നുമല്ല, സമയം ഒരു 8:22 ആയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങിയേക്കണേ. ഓൺലൈനിലാക്കിയിട്ടില്ല, ഓണാക്കാൻ വേണം. ഇപ്പം തന്നെ ട്രിപ്പ് കിട്ടാമായിരിക്കും ഈ ടൈം ആയതുകൊണ്ടിട്ട്. ഊബർ ഓൺലൈനിലാക്കിയിട്ടുണ്ട്. ഓല ഓൺലൈനിലാക്കിയിട്ടുണ്ട്. റാപ്പിഡോ ഓൺലൈനിലാക്കിയിട്ടുണ്ട്. എല്ലാം ഓണാക്കിയിട്ടുണ്ട്. കേരള സവാരി, ആക്കിയിട്ടുണ്ട്. 4 സൈഡിൽ ഓൺലൈനിലാക്കിയിട്ടിട്ടുണ്ട്. ഒരു 8:23 ആയിട്ടുണ്ട് ഇല്ലേ. ഇന്നലെ വലിയ കുഴപ്പമില്ല. ഇന്നലെ ഒരു 10,500 ഓട്ടം കിട്ടിയായിരുന്നു. ഇങ്ങനെ ഉച്ച കഴിഞ്ഞൊക്കെ ഇറങ്ങിയിട്ടും, ഉച്ച കഴിഞ്ഞല്ല, ഒരു രാവിലെ 2 ട്രിപ്പ് എടുത്തിട്ടുണ്ടായി ചെറിയ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഉച്ച കഴിഞ്ഞെടുത്തത്. എന്നിട്ട് ഒരു 10,350 രൂപയൊക്കെ ഒപ്പിക്കാൻ പറ്റിയായിരുന്നു. അത് ഒരു എയർപോർട്ട് കിട്ടി, അവിടെ നിന്ന് റിട്ടേൺ കിട്ടി. അങ്ങനെ ഒന്നുകൊണ്ടായിരിക്കാം. എന്തായാലും ഇന്ന് എന്തൊക്കെ വള്ളിക്കെട്ടാ വന്നത്, എത്ര രൂപ ഓടാൻ പറ്റും, എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ അതിനു മുമ്പ് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഇന്നിപ്പോൾ ചെയ്യണ എന്തൊക്കെ കാര്യങ്ങൾ എന്നാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അതും ഇന്നിപ്പോൾ നമ്മൾ എങ്ങനെ ഓടണത്, ഏതൊക്കെ ട്രിപ്പ് എടുക്കൊണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ മാത്രം ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയണതും ഷെയർ ചെയ്യണതും. ബാക്കിയുള്ളവരുടെ കാര്യമല്ല. ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്യാനോ ഒന്നിനും വേണ്ടിയിട്ട് ചെയ്യണ വീഡിയോ ഒന്നുമല്ല. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ ചെയ്യണ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പം ഇന്ന് ചിലപ്പോൾ ഓട്ടോ ഉണ്ടാവുമോ ഉണ്ടാകാണ്ടിരിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഉണ്ടാകാണ്ടിരുന്നാലും ഈ വീഡിയോ കണ്ടിട്ട് ഊബർ ഓടാൻ വരുന്നവരോട് എനിക്ക് പറയാനുള്ള, നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ തീരുമാനം എടുക്കേണ്ട കാര്യമാണ് ഇതൊക്കെ. അപ്പോൾ ആരും പറയാനായിട്ടൊന്നും ചെയ്യരുത്. ഞാൻ ഇപ്പം ഇന്നത്തെ കാര്യങ്ങൾ ഇന്നൊക്കെ എനിക്ക് ട്രിപ്പ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് വള്ളി വരുന്നത്, എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് അടിച്ചിട്ടുണ്ട് കേട്ടാ. 327 രൂപ കാണിച്ചേക്കണം. 2 കിലോമീറ്ററാ പിക്ക് ചെയ്യാനുള്ളത്, ചുള്ളിക്കാന്നാണ്. എന്തായാലും ഫസ്റ്റ് ട്രിപ്പ് അല്ലേ, പോയി പിക്ക് ചെയ്യട്ടെ. പെട്ടെന്ന് തന്നെ അടിച്ചേട്ടാ. ഇപ്പൊ ടൈം നമ്മ 8:26, ഒരു 2 മിനിറ്റ് ഇറങ്ങിയിട്ട് 2 മിനിറ്റ് ആയപ്പോൾ തന്നെ ട്രിപ്പ് അടിച്ചു. ഇവിടുന്ന് ഈ ടൈമിനൊക്കെ നല്ല അത്യാവശ്യം ട്രിപ്പ് ഉള്ളതാണ്. ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴാണ് ലാഗ് വന്നത്. എന്തായാലും പെട്ടെന്ന് പോയി പിക്ക് ചെയ്ത്, ക്യാമറ കുറച്ച് ചാർജും കുറവ്, അതൊന്ന് കുത്തിയിടണം. അപ്പോൾ എന്തായാലും പെട്ടെന്ന് പോയി പിക്ക് ചെയ്യട്ടെ. ഓലയിൽ നമുക്ക് അടിച്ചണ്ടിരിക്കുന്നുണ്ട്. 1-2 പഠിക്കണം. പക്ഷേ മറ്റേ ട്രിപ്പാണ് കുറച്ചും കൂടെ അല്ല ഊബറിലടിച്ചത്. തൃപ്പൂണിത്തറക്ക് 11 കിലോമീറ്റർ 197 രൂപ. അതിൽ നല്ല പഠിച്ചാണ് തോന്നാം. 20 രൂപ ടിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇപ്പം ഫസ്റ്റ് എടുത്ത് തന്നെ പോയി പിക്ക് ചെയ്യാൻ പോണി. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് നമ്മത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 312 രൂപയാണ് അതിൽ കിട്ടിയത്. ആസ്റ്ററിലായിരുന്നു ഡ്രോപ്പ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ റിട്ടേൺ അടിക്കാൻ ചാൻസ് കുറവായിരിക്കും. കാരണം ഈ രാവിലെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ടൈമിൽ റിട്ടേൺ ഇപ്പോൾ ഈ സമയത്ത് പോകാൻ ചാൻസ് കുറവായിരിക്കും. ട്രിപ്പ് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇവിടെ അധികം നേരം നിന്നിട്ടല്ല, കുറച്ച് അങ്ങോട്ടും മാറി നിന്നാലും അടിക്കാൻ ചാൻസ് ഉള്ള തോന്നുന്നു. എന്തായാലും ഇവിടേക്ക് വണ്ടി കിടപ്പുണ്ട്. എന്തായാലും പുറത്തിറങ്ങി കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും കിട്ടുമായിരിക്കും. അടുത്ത ട്രിപ്പ് ഇതേ കളമശ്ശേരിക്ക് അടിച്ചിട്ടാ. പെട്ടെന്ന് തന്നെ അടിച്ചിപ്പോ റഡാറിലടിച്ച ട്രിപ്പാണത്. 1 കിലോമീറ്റർ പിക്ക് ചെയ്യാനുള്ള. ഞാൻ ഇവിടെ ഒരു ഇപ്പോൾ ജസ്റ്റ് എത്തിയുള്ള അപ്പം ക്ലോസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കിട്ടി. ഞാൻ വിചാരിച്ച പോസ്റ്റ് ആയിരിക്കും.
എന്തായാലും പെട്ടെന്ന് പോയി പിക്ക് ചെയ്യട്ടെ. സാറ്റ് മെട്രോ സ്റ്റേഷൻ്റെ അങ്ങോട്ടായിരുന്നു ട്രിപ്പ്. അതിൽ നമുക്കൊരു 189 രൂപ കിട്ടിയിട്ടുണ്ട്. 500 രൂപ ടോട്ടലി. ഒരു 9 കിലോമീറ്ററൊക്കെ ഓടാണ്ടായി. CNG ഒക്കെ രാവിലെ അത്യാവശ്യം ഫുള്ളാക്കി ഇട്ടിട്ടുണ്ടായി. ഇന്നലെ രാത്രി ഓട്ടം കഴിഞ്ഞ് പോയപ്പോൾ കുണ്ടഞ്ഞൂർ നടിച്ചിട്ടുണ്ടായി. നല്ല ചെക്കിങ് ഉണ്ട് എല്ലായിടത്തും. പോലീസുകാർ കാണാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല ചെക്കിങ് ഉണ്ട് എല്ലായിടത്തും റോഡിൽ. 1-2 സ്ഥലത്തായി ഇപ്പോൾ കാണണം. എന്താണ് അപ്പോൾ പിന്നെ എല്ലാം ഓൺലൈനിലാക്കിയിട്ടുണ്ട്. അടുത്ത ട്രിപ്പിനായി വെയിറ്റ് ചെയ്യാം. കേരള സവാരിയിലൊരു ട്രിപ്പ് അടിച്ചേക്കണേട്ട് ഇപ്പം. ഇതിൽ 365 രൂപയാണ് നമുക്ക് കിട്ടും എന്നാണ് കാണിച്ചേക്കണത്. 1.5 കിലോമീറ്റർ പിക്ക് ചെയ്യാനുണ്ട്. അതുപോലെ നമുക്ക് പോകാനുള്ള ദൂരം 18 കിലോമീറ്ററാണ്. അങ്കമാലി ഭാഗത്തേക്കാണ്. റിട്ടേൺ അവിടെ നിന്ന് ഊബറൊക്കെ ഓൺ ചെയ്തിടേണ്ടി വരും. എന്നാലും കുഴപ്പമില്ലാത്ത ഫെയറാണ്. 20 രൂപ വെച്ച് എന്തായാലും 2 കിലോമീറ്ററിന്. എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ. അങ്ങനെ കേരള സവാരിയിൽ 1 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. കേരള സവാരിയിൽ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഒരു ട്രിപ്പ് അടിക്കോളൂ. 367 രൂപ കിട്ടി. നമ്മുടെ എയർപോർട്ടിൻ്റെ അത്താണിയിൽ നിന്ന് കുറച്ചിങ്ങോട്ട് മാറിയിട്ടായിരുന്നു. റിട്ടേൺ കിട്ടാനായിരിക്കും ബുദ്ധിമുട്ട്. ഇവിടുന്ന് റിട്ടേൺ പോസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് മിക്കവാറും. എയർപോർട്ടിലോട്ട് പോയിട്ടും കാര്യമൊന്നുമില്ല. എന്തായാലും ഒരു 10 മിനിറ്റ് പോസ്റ്റ് അടിച്ച് നോക്കാൻ ഇല്ല. എന്നാണ് ഇപ്പം ഇത് നോക്കാൻ മാറാൻ നിർത്താം. രാവിലെ എന്തായാലും ഒന്നും കഴിക്കാണ്ട രാവിലെ ഇറങ്ങിയത്. എന്തായാലും പോസ്റ്റ് അടിച്ചിരിക്കുന്ന സമയത്ത് വല്ലതും കഴിക്കാൻ പറ്റുമോ നോക്കിയിട്ട് ഒരു ഹോട്ടലുണ്ട്. ലൈറ്റായിട്ട് പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ടൊക്കെ വരാം. അങ്ങനെ അതെ കുറച്ചിങ്ങോട്ട് ഓടി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇടപ്പള്ളിക്ക് ഊബറിലൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് അനുഭവിപ്പിക്കട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ നിന്ന് അടിച്ചില്ലെന്ന് വരും. കുറച്ചിങ്ങോട്ട് ഓടിച്ച് മാറി ഞാൻ ചായ കുടിക്കാന്ന് ഓർത്തിട്ട് ചായ കുടിച്ചില്ല. അങ്ങനെ നമ്മൾ ലുലു മാളിലേക്ക് എത്തിയേക്കണത്. ലുലു മാളിലേക്ക് വന്നപ്പോഴത്തേക്കും 226 രൂപ കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ അപ്പം 728 രൂപ 3 ട്രിപ്പ്. പിന്നെ നമ്മുടെ കേരള സവാരിലും ഒരു ട്രിപ്പ്. ഇപ്പം ഒരു 11:20 ആ ഒരു ടൈം ആവണേ ഉള്ളു. അതുകൊണ്ട് ഇവിടെ നിന്ന് റിട്ടേൺ അടിക്കാൻ ചാൻസ് കുറവായിരിക്കും. ഇതിൻ്റെ അകത്തുനിന്ന് ഇല്ലെന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്കുമായിരിക്കും. അടിക്കേണ്ടതാണ് ചില സമയമോ പറയാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു ടൈമിന് ചിലപ്പോൾ കിട്ടില്ല, പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. ചിലപ്പോൾ കിട്ടും. പിന്നെ നമ്മൾ അവിടെ നിന്ന് ട്രിപ്പ് എടുത്തിങ്ങോട്ട് അവിടെ കേരള സവാരിയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പതിയെ കുറച്ചിങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴാണ് ട്രിപ്പ് അടിച്ചത്. അത്താണിയുടെ അടുത്തായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ 5 കിലോമീറ്ററെങ്കിലും വെറുതെ കാലിക്കോടിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ട്രിപ്പ് അടിച്ചത്. എന്നാലും കുഴപ്പമില്ല, ഇങ്ങോട്ട് ട്രിപ്പ് കിട്ടിക്കൊണ്ടിട്ട് കൊള്ളാം. ഇനിയിപ്പോൾ ആ ഏരിയയിലേക്ക് പോകാണ്ടിരിക്കണേ നല്ലത്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. അതെല്ലാം ഓൺലൈനിലാക്കിയിട്ടേനെ. പിന്നെ റാപ്പിഡോ, ഊബർ, ഓലെ, പിന്നെ പറഞ്ഞുകൊണ്ടുണ്ടല്ലോ കേരള സവാരി എല്ലാം ഓണ മാച്ചിങ് ഒരെണ്ണം വന്നിട്ടുണ്ട്. കിട്ടൂല എന്ന് തോന്നണം. കിട്ടാനാണെങ്കിൽ അപ്പം തന്നെ ഇട്ടുണ്ട്. ഇയാളാണെങ്കിൽ വന്നിട്ട് പോകുന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. നോ രക്ഷ. അയ്യോ ആ ദേ ഓക്കെ വന്നിട്ടില്ല. അയ്യോ മാച്ചിങ് അടിക്കാൻ കണ്ടിട്ട് ബായി പറഞ്ഞ് നോക്കാന്ന് പറഞ്ഞ് ബുക്കിങ് കിട്ടിയാന്ന് ചോദിച്ചു. പക്ഷെ അത് കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ ഒന്ന് പറഞ്ഞു വിടുക തോന്നണം. ചിലപ്പോ ഇപ്പൊ അടിക്കുമായിരിക്കും. വണ്ടികൾ ഇവിടെ ഉണ്ടായ വണ്ടികളൊക്കെ എല്ലാം പോയി ട്രിപ്പ് എടുത്ത്. ബായി വിചാരിച്ചേക്കണ ഇപ്പൊ എനിക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ടെന്ന്. കറക്റ്റായിട്ട് ബുക്കിങ് റിക്വസ്റ്റ് തന്നെ പുള്ളി കണ്ടു. പക്ഷെ നമുക്ക് കിട്ടിയില്ലെന്ന് പുള്ളിക്ക് അറിയില്ല. അവിടെ കിടന്നെങ്കിൽ ട്രിപ്പ് കിട്ടിയാനേ ഒരു 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാറുണ്ട്. ബായി കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴത്തേക്കും ഒരു ചേച്ചിയും കൂടി വന്നിട്ട് വൈറ്റിലെ ഹബ്ബിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു. അങ്ങനെ ഇടയ്ക്ക് കുറേ ട്രിപ്പ് കിട്ടാറുണ്ട്. നമ്മളിങ്ങനെ ലുലുവിൽ നിന്ന് എനിക്ക് കുറേ തവണ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെന്താ നമ്മൾ ട്രിപ്പ് കാത്തി കിടക്കണേല്. അങ്ങനെ നേരെ അവരത് ഇവിടെ കൊണ്ടുവന്ന് ഹബ്ബിൽ കൊണ്ടുവന്നാക്കി. അപ്പോൾ അതിൻ്റെ ഒരു 250 രൂപ മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേ ഇപ്പം പിന്നെ പഴയതുപോലെ തന്നെ എല്ലാം ഓണാക്കിയിട്ടുണ്ട്.
അവിടെ വെയിറ്റ് ചെയ്ത് വെച്ചെങ്കിൽ നമുക്ക് ട്രിപ്പ് കിട്ടിയാനേ. പക്ഷേ പിന്നെ കിട്ടിയില്ലെങ്കിൽ അതും നഷ്ടമല്ലേ. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ കിട്ടിയോണ്ടിട്ട് നേരെ എടുത്ത് ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ പിന്നെ അടുത്ത ട്രിപ്പിന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഓലയിൽ ഒരു ചെറിയ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നോർത്താണോ സൗത്താണോ എന്നറിയില്ല. റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ്. ഇതിൽ മാപ്പിൽ കാണിക്കണത് കേട്ടോ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവിടെ പോയി യൂട്ടി എടുത്തേണ്ടവരാണ്. പക്ഷേ പുള്ളി നിൽക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് നേരെ ചെല്ലണം. അവിടെ നിന്ന് തന്നെ 500 മീറ്റർ പോലും ഉണ്ടാവില്ല. എന്തായാലും പെട്ടെന്ന് പോയി പിക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ നമ്മുടെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ, എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഓലയിലാർന്ന് ആ ട്രിപ്പ് 150 രൂപ, ഒരു 6 കിലോമീറ്റർ. ആ ഒരു 6-7 കിലോമീറ്റർ പറ്റിയ 7 6.5 അങ്ങനെ എന്തോ ഉണ്ടായത്. അങ്ങനെ പിന്നെ നമുക്ക് ട്രിപ്പ് കിട്ടാത്തത് റാപ്പിഡോയിൽ മാത്രമാണ്. ഒരു ട്രിപ്പ് പോലും കിട്ടാത്തത്. ബാക്കി എല്ലാത്തിലും നമ്മൾ ഇപ്പോൾ ഓടിയിട്ടുണ്ട്. പിന്നെ ഓഫ്ലൈൻ ട്രിപ്പും കിട്ടിയിട്ടുണ്ട് പേഴ്സണലി. അപ്പോൾ റാപ്പിഡോയിൽ എന്താണെന്നറിയില്ല അടിച്ചിട്ട് ഞാൻ ഇന്നലെയൊക്കെ കുറച്ച് ക്യാൻസലേഷനൊക്കെ ചെയ്തായിരുന്നു, അതുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓലയിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടില്ല, മറ്റേ റീചാർജ് ചെയ്യാത്തത് കൊണ്ടിട്ട് കമ്മീഷനും പിടിക്കുന്നുണ്ട്. എന്തായാലും അടുത്ത ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റിയത്, നമ്മൊന്ന് റീചാർജ് ചെയ്തിടണമെന്ന് ഓർത്ത്. റീചാർജ് ചെയ്തിടണമെന്നല്ല, ഒരു 149 രൂപ ഒരു ദിവസത്തേക്ക് തൽക്കാലം ചെയ്തിടാം. ഇല്ലെങ്കിൽ പിന്നെ വല്ല നല്ല ട്രിപ്പൊക്കെ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. എയർപോർട്ടിലേക്ക് ഒലക്ക് പിന്നെ ചാർജ് ഉണ്ട്, കുഴപ്പമില്ലാതെ. അത് മാത്രമല്ല നമുക്ക് പ്രയോറിറ്റി ഉണ്ടാവും. അത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ട്രിപ്പിന് വെയിറ്റ് ചെയ്യാം. ഊബറിലൊരു കുഞ്ഞു ട്രിപ്പ് അടിച്ച്, പക്ഷെ ഞാൻ ഓഫ് ചെയ്ത് ഇപ്പോൾ ഓഫ്ലൈനിലാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഓണാക്കാന്ന് ഓർത്തിട്ടെ. പക്ഷെ എന്നിട്ട് വല്ല രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഓടുന്നാള്. നമുക്ക് CNG കുറച്ചും കൂടി ഉണ്ട്. രാവിലെ അടിച്ച ടോട്ടലി നമ്മിന്ന് ഇപ്പോൾ ഒരു 96 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ബാക്കി പോകാം. അങ്ങനെ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഊബർ ഓൺലൈനിലാക്കി, ഓൺലൈനിലാക്കിയിട്ടുണ്ട്. 15ാമത്തെ ആനിവേഴ്സറി എന്നൊക്കെ പറയണ്ടല്ലോ. എന്നിട്ട് നമുക്കൊന്നുമില്ലേ. റാപ്പിഡോ എല്ലാം ഓൺലൈനിലാക്കിയിട്ടുണ്ട്. ഇവിടെ ചാർക്കോളിൽ കയറി ഒരു മന്തി അങ്ങോട്ട് കയറി. നീ ഉച്ച ടൈം ആണ്ട് ചെറിയ ലാഗ് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഒലയിലടിക്കും ചിലപ്പോൾ ട്രിപ്പ്. കുറച്ചു മുമ്പ് ഊബറിലടിച്ചത് ഭയങ്കര ഫെയർ കുറവായിരുന്നു, ഞാൻ എടുത്തൂല. എന്തായാലും വെയിറ്റ് ചെയ്യാം. MG റോഡിലാണ് ഉള്ളത്. വൈപ്പിനിലേക്ക് ചെറിയ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 644 പില്ലർ നമ്പറാണ് പറഞ്ഞേക്കണ പുള്ളി. ഇവിടെ എവിടെയോ ഉണ്ട്. എന്തായാലും പിക്ക് ചെയ്യട്ടെ. ഇവിടെ നിന്ന് ട്രിപ്പ് അടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഓർത്താണ് ഇന്ന് വെച്ചത്. പക്ഷെ അടിച്ചിട്ടുണ്ട്. കേരള സവാരി ഞാൻ അടിക്കൂലെന്ന് ഓർത്ത് ഓഫ് ചെയ്തിട്ട് വെച്ചേ. ജസ്റ്റ് ഓൺ ആക്കണ വേണ്ടെന്നുള്ളൊരു മൈൻഡിലേന്ന് വെച്ച് വെറുതെ ഓൺ ചെയ്തപ്പോൾ തന്നെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 330 ഇതുണ്ടാവും. 330 കാണിച്ചേക്കണം. നോർത്ത് പറവൂരേക്കാണ് 16 കിലോമീറ്റർ. പക്ഷെ അവിടെ നിന്ന് റിട്ടേൺ കിട്ടുമോ എന്നാണ് ഒരു പേടി. ഊബറിലൊരു ചെറിയ ട്രിപ്പ് അടിച്ചിടാ, പക്ഷെ കിട്ടിയില്ല. നോർത്ത് പറവൂര് പോയാൽ പെടുവോ ഇല്ലെന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കാന്ന് ഓർത്താ. ഇവിടെ അടുത്തുനിന്ന് തന്നെ പിക്കപ്പ് ഇതണ്ട. ഒരു 350 മീറ്റർ 500 മീറ്റർ ഉണ്ടായി പിക്ക് ചെയ്യാനായിട്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഞാറക്കലുള്ളത്. എന്തെങ്കിലും ആവട്ടെ, നോർത്ത് പറവൂരിന്ന് കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷ അങ്ങോട്ട് പോവാണ്. ഇല്ലെങ്കിൽ പെടുന്നമ്മ എന്തെങ്കിലും വരട്ടെ, പോയി പിക്ക് ചെയ്യാൻ പോണേ. ആ ട്രിപ്പ് കംപ്ലീറ്റ് ആയി. അത് നമ്മൾ പെട്ടെന്ന് എത്തി. ഒരു 10-25 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് എത്തി. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇവിടെ നോർത്ത് പറവൂര് കുറച്ചിങ്ങോട്ട് മാറിയിട്ടാ. മാഞ്ഞാലി എന്ത് സ്ഥലത്തിൻ്റെ ഒരു എവിടെയോ. അപ്പോൾ അതിൽ നമുക്ക് 300 സംതിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാം നമ്മൾ ഓൺ ചെയ്തിട്ടേക്കണേണ്. എനിക്ക് തോന്നണം ഇവിടെ നിന്ന് ഇപ്പോഴൊന്നും അടിക്കൂലെന്നാണ്.
എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അടിക്കുവാന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പോരാത്തതിന് ഈ ഒരു ടൈമും കൂടെ ഒരു 2:30 ഉച്ച ഒരു ടൈമാണ്. അപ്പോൾ ഊബറിലടിച്ചടിച്ച് പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ ആലുവ എൻ്റെ പറവൂർ ആ ഭാഗത്തേക്ക് വെറുതെ ഒന്നും നമ്മുടെ പറവൂർക്കവല ആ ഒരു ഭാഗത്തേക്ക് വെറുതെ മാപ്പിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് 11 കിലോമീറ്റർ ഉള്ളത്. കുറച്ച് നേരം നോക്കിയിട്ട് ഒരു 1/4 മണിക്കൂർ നോക്കിയിട്ട് അരമണിക്കൂർ അത്രയൊക്കെ ആയിട്ട് അടിച്ചില്ലെന്നാണെങ്കിൽ പതിയെ അങ്ങോട്ട് ഓടിക്കണായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ പോണ വഴിക്ക് ചിലപ്പോൾ എവിടെ നിന്നൊക്കെ അടിക്കായിരിക്കും. അല്ലെങ്കിൽ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം കുറച്ച് നേരം. ഓ ഇതേണ്ട ഇപ്പോൾ ഒരു കലൂരേക്ക് ഒരു ട്രിപ്പ് അടിച്ചതാ. 2 റിക്വസ്റ്റ് വന്നു, 2 കിട്ടിയില്ല. അയ്യ കുറച്ച് നേരം പോസ്റ്റ് അടിച്ച് കുറച്ചൊന്നും ഇങ്ങോട്ട് മുന്നോട്ട് നീങ്ങി 2 റിക്വസ്റ്റും വന്ന് 2 കിട്ടിയില്ല. എന്ത് ചെയ്യും? അടിക്കുമായിരിക്കും. ഇനി വെയിറ്റ് ചെയ്ത് നോക്കാം. ഊബറിലാണ് 2 റിക്വസ്റ്റും വന്നത്. നൈസായിട്ട് മൂഞ്ചി നിൽക്കണേ. 2-3 അടിച്ച് റാൻഡമായിട്ട് 2-3 ട്രിപ്പ് അടിച്ച്. പക്ഷെ ഒരെണ്ണം കലൂരടിച്ച്, ഒരെണ്ണം ആസ്റ്ററിലേക്ക് അടിച്ച്, പിന്നെ ഒരെണ്ണം വേറെ എവിടെയോ അടിച്ച്. അത് കറക്റ്റ് മനസ്സിലായില്ല, ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ എന്നിട്ട് ഞാൻ കുറച്ച് നേരം കിടന്ന്. എനിക്ക് എപ്പോൾ നോർത്ത് പറവൂര് ഭാഗത്തേക്ക് വന്നാലും ഇങ്ങനെ പണി കിട്ടാറുണ്ട്. പിന്നെയും അറിയാണ്ട് പിന്നെ ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. പിന്നെ അറിയാണ്ട് പിന്നെ എടുക്കും. ഒരു പ്രതീക്ഷയിൽ തന്നെ അവിടെ പോസ്റ്റ് അടിച്ച് കിടന്നാ കിട്ടുമോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റൂല. ഇതുണ്ട് ഇപ്പോഴും റിക്വസ്റ്റ് മാച്ചിങ് കാണിച്ചിട്ടിരിക്കണേ, അതും കിട്ടിയില്ല. എന്ത് ചെയ്യും? കുഴപ്പമില്ല, എന്ത് ചെയ്യാനാ. 3 മണിയായി, 3:05. അപ്പോൾ പതിയെ ഓടിച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ നമ്മുടെ പറവൂർക്കാവില എത്താറായിട്ടുണ്ട്. ഇനി ഒരു 2 കിലോമീറ്ററും കൂടി ആയിട്ടുള്ളു. പതിയെ ഓടിച്ച് വന്ന വഴി കിടക്ക് ഒരെണ്ണൊക്കെ അടിച്ച്, പക്ഷെ കിട്ടിയില്ല. പിന്നെ ആ ഒരു പ്രതീക്ഷയിൽ അവിടെ കുറച്ച് നേരം നിർത്തിയിട്ട് നടന്നില്ല. എന്തായാലും ഇനിയിപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ എന്തായാലും കിട്ടുമായിരിക്കും. തിരിച്ചിനി അങ്ങോട്ട് തന്നെ കിട്ടാണ്ടിരുന്നാൽ മതി. കിട്ടിയാൽ എടുക്കൂല. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതിൽ വേറെ ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എടുത്തിട്ട് വന്നതെന്ന് പറഞ്ഞാൽ കേരള സവാരിയുടെ ട്രിപ്പല്ലേ. കേരള സവാരിയുടെ ട്രിപ്പ് എടുത്തിട്ട് വന്നതുകൊണ്ടിട്ട് തന്നെ ഊബർ എനിക്ക് പ്രയോറിറ്റി തന്നില്ല, മനസ്സിലായി. അതാണ് ഇതിൽ ഏറ്റവും വലിയ സംഭവം. ഇപ്പൊ ഊബറിന്റെ ട്രിപ്പ് തന്നെ ഞാൻ എടുത്തിട്ടാണ് ഈ നോർത്ത് പറവൂർ എത്തിച്ചെന്നാണെങ്കിൽ അവര് നമുക്ക് ട്രിപ്പ് തന്നാന്. ഇപ്പൊ ഏതെങ്കിലും ഒരു റാൻഡമായിട്ട് അടിച്ച ട്രിപ്പിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാന്. പക്ഷെ അപ്പൊ എന്തെങ്കിലും പ്രയോറിറ്റി വന്നാണ്. ഇതിപ്പോ അല്ലാത്തത് കൊണ്ടിട്ട് തന്നെ നമ്മളെ നൈസായിട്ട് ഒടിച്ചവര്. അതാണ് സംഭവം. എന്തായാലും വേറെ ഓലയൊക്കെ റീചാർജ് ചെയ്ത പൈസ പോയെന്ന് തോന്നുന്നു. അമൃത ഹോസ്പിറ്റലിലേക്ക് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഓടിച്ച് എവിടെയെന്നാവും. ഓടിച്ച് അമ്മ പറവൂർക്കാവിൽ എത്തിയപ്പോഴാണ് ഒരു ട്രിപ്പ് കിട്ടിയത്. അതും അമൃതയിലേക്ക്. അമൃതയിൽ ചെന്നാൽ അപ്പം തന്നെ റിട്ടേൺ ഉറപ്പായിട്ടും കിട്ടും. ഇതിപ്പോ ഞാൻ നിൽക്കണ അവിടെ നിന്ന് സിഗ്നലാണ് ഉള്ളത്. ഇവിടെ നിന്ന് അടുത്താണെന്ന് തോന്നുന്നു, ഒരു 100 മീറ്റർ ഉള്ളു. എന്തായാലും പെട്ടെന്ന് പോയി പിക്ക് ചെയ്യട്ടെ. അങ്ങനെ അമ്മ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. വന്നപ്പോൾ തന്നെ ഒരു കുഞ്ഞ് ട്രിപ്പ് അടിച്ച് 100 രൂപ എടുത്തില്ല. 3 കിലോമീറ്റർ ആയിട്ട് പോകാണ്ടായത്. പക്ഷേ അയ്യപ്പങ്കാവും ഇവിടെ നിന്ന് ഇപ്പം ഈ സമയത്ത് അടിക്കേണ്ടതാണ്. അത്യാവശ്യം മാച്ചിങ് കാണിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടില്ല. പതി എവിടെയെങ്കിലും ചുറ്റിപ്പറ്റി നിൽക്കാൻ നോക്കാം. അടുത്ത് തന്നെ ചെറിയ ട്രിപ്പ് അടിക്കണം. വന്ന വഴിക്ക് ഞാൻ ഒന്ന് പമ്പിക്ക് വരിക ചേച്ചീനായിട്ട്. പക്ഷെ
ചേച്ചിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല തോന്നുന്നു പമ്പിൽ സി എൻ ജി അടിക്കാൻ കയറി. ഇന്ത്യനെ പമ്പിലടിക്കണ്ടേ ഇൻഫോ പാർക്കിലേക്ക്. കുറേ ട്രിപ്പ് അടിക്കുന്നുണ്ട്, ഒന്നും കിട്ടാനില്ല. ഇൻഫോ പാർക്കിലേക്ക് കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു. ചെല്ലാൻ നേരത്തെ അവിടെ നിന്ന് റിട്ടേൺ കിട്ടണം എന്ന് പറഞ്ഞു. ഷേണൈസിന്റെ അങ്ങോട്ട് ട്രിപ്പ് അടിക്കൊണ്ടു ഇൻഡിവിജ്വലായിട്ട് അടിക്കണം. ഇൻഡിവിജ്വലായിട്ട് അടിച്ചുകൊണ്ടിട്ട് സാവധാനം എടുത്താൽ മതി. അപ്പൊ ഞാൻ ഒന്ന് പതിയെ ഒരു റൗണ്ട് അടിച്ച് അപ്പോഴത്തേക്കും അമൃതന്ന് തന്നെ അടിച്ചേക്കണം. ഞാൻ കഴിച്ച് ക്യാൻസലായിട്ടില്ല. പെട്ടെന്ന് പോയിപ്പിക്കട്ടെ. അയ്യോ ഹമ്പ്. ഇതുകൊണ്ട് റാപ്പിഡോയില് നമുക്ക് റാപ്പിഡോയിലും ട്രിപ്പ് അടിച്ചേക്കാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എങ്ങോട്ട് MG റോഡിലേക്ക് തന്നെ. ഇപ്പൊ ഇവരെ കാണുന്നില്ല. അങ്ങനെ ആ ട്രിപ്പ് നമ്മ ഇവിടെ MG റോഡിന്റെ അവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ കിട്ടിയത് 248 രൂപയാണ്. ടോട്ടല് ഊബറിൽ മാത്രം നമ്മുടെ ഏണിങ്സ് ഇപ്പോ 1433 രൂപയായി. ടോട്ടൽ ഒരു 2000 മേലെ ആയിട്ടുണ്ട് എന്തായാലും. അപ്പൊ അവിടെ വെച്ച് റാപ്പിഡോന്റെ ട്രിപ്പ് അടിച്ചിട്ട് അത് ക്യാൻസൽ ചെയ്ത് നമ്മൾ ഇത്ര നേരം നമുക്ക് ഒരു ട്രിപ്പ് പോലും തന്നില്ലല്ലോ. അത് മാത്രമല്ല അതിനേക്കാളും ഫെയർ ഊബറിൽ കാണിച്ചായിരുന്നു. പിന്നെ ഇപ്പതേ ഓല ഓൺ ചെയ്തിട്ടില്ല. ഓല ഓൺ ചെയ്താൽ പെട്ടെന്ന് തന്നെ അടിക്കും. പക്ഷെ ഓലയിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിക്കപ്പ് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവും. ചില സമയത്ത് റേറ്റ് വൻ ഷോവായിരിക്കും. ഓട്ടോന്റെ റേറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഊബറൊക്കെ ഇപ്പൊ എല്ലാം ഏകദേശം അതേപോലെയാണ്, എന്നാലും അതിലും കുറവാണ്. ഊബറിൽ ഒരെണ്ണം അടിച്ചിട്ട് അത് മിസ്സായി. ഇപ്പൊ തന്നെ അടിക്കുമായിരിക്കും. ഇനിയിപ്പോ ടൈം ഒരു 3:40 ആയിട്ടുണ്ട്. 4:40 ആയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ പോരാത്തതിന് ഇപ്പൊ MG റോഡിൽ ആയതുകൊണ്ടിട്ട് നല്ല പീക്ക് ടൈം ആയതുകൊണ്ടിട്ട് അടിയുണ്ടാവും. അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. വീടിന്റെ അങ്ങോട്ടല്ല അടിച്ചേക്കണം, മടിയാവൂലോ, ടാസ്കാണ്. വീടിന്റെ അങ്ങോട്ട് പോയാൽ മടിയാവുന്നു, എന്താന്നറിയില്ല. അങ്ങോട്ട് കിട്ടാണ്ടിരുന്നാ മതിയായിരുന്നു. ഇനിയിപ്പോ എന്തായാലും എടുത്ത് ക്യാൻസൽ ചെയ്യാം. മടി പിടിക്കാണ്ട് തിരിച്ചു പോന്നാ തീർന്ന പ്രശ്നങ്ങള് എന്താവുമെന്ന് കണ്ടറിയണം. അപ്പൊ അതെ നമ്മൾ ലാസ്റ്റ് ട്രിപ്പും കൂടി കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്കും അതിൽ കിട്ടിയ 233 രൂപ. ടോട്ടലി 1667 രൂപ, 1670 രൂപ ആ റേഞ്ച് ഊബറിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കേരള സവാരിയിൽ ഒരു 700 രൂപ കിട്ടിയിട്ടുണ്ട്, 697. പിന്നെ പേഴ്സണൽ ട്രിപ്പിൽ ഒരു 250 രൂപ കിട്ടിയിട്ടുണ്ടായി. പിന്നെ ഓലയിലൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായി, അതിലൊരു 150 രൂപ കിട്ടിയിട്ടുണ്ടായി. ഇപ്പൊ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇപ്പൊ കറക്റ്റ് എന്റെ വീടിന്റെ അങ്ങോട്ടാണ് ട്രിപ്പ് കിട്ടിയേക്കുന്നത്, കറക്റ്റ് വീടിന്റെ ആ ഭാഗത്തേക്ക്. ഇപ്പൊ ദേ ഇവിടെ നിന്നൊരു 100 മീറ്ററും കൂടി 100-150 മീറ്റർ അത്രയുള്ള വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോ ഇങ്ങോട്ട് ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തിട്ടൊന്നും കിട്ടിയല്ല, തനിയെ അങ്ങോട്ട് കിട്ടിയതാ. പെട്ടെന്ന് ഞാൻ വേറെ ട്രിപ്പ് അടിക്കുകയും ചെയ്തു. അത് പക്ഷെ കറക്റ്റ് ആയിട്ട് ഇതാ കിട്ടിയത്. ഇപ്പൊ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒരു 2700 രൂപയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ ഓർത്ത് പതിയെ വീട്ടിലേക്ക് പോവാം, ഇന്നത്തേക്ക് മതിയാക്കാം എന്ന് ഓർത്ത്. ഇപ്പൊ സമയം ഒരു 5:30 ആ ഒരു ടൈമാണ്. ഡിസംബർ 4-ാം തീയതി ആയിരുന്നു, വ്യാഴാഴ്ച. അപ്പൊ നമ്മ രാവിലെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ടൈം ആകുമ്പോ 22,800 രൂപ ഒപ്പിക്കാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ രാവിലെ ഒരു 8:30 ഇറങ്ങിയതാണല്ലോ. അപ്പൊ 5:30 ആയിട്ടില്ല ആ ഒരു ടൈം. കറക്റ്റ് നമ്മ വീട്ടിൽ എത്തി. ഡ്രോപ്പ് ചെയ്ത സ്ഥലത്ത് നിന്ന് ഇപ്പൊ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് ഇത് കറക്റ്റ് ആയിട്ട് വീട്ടിൽ എത്തി. അപ്പോ ഈ കാണുന്നതാണ് നമ്മൾ താമസിക്കുന്ന വീട്. ഇതാണ് എൻ്റെ എസ്പ്രസോ. ടെസ്റ്റായിട്ട് കിടക്കണേ, കുറച്ച് പണിയുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ നോക്കാനാണെങ്കിൽ ഊബറിൽ ഇത് കണ്ടോ, ഊബറിൽ 1667 രൂപ ഓടിയിട്ടുണ്ട്. കാൽക്കുലേറ്റ് 1667 പ്ലസ് 700 രൂപക്ക് നമ്മ കേരള സവാരിയിൽ ഓടിയിട്ടുണ്ട് 697. പ്ലസ് ഒരു 150 രൂപ നമ്മ ഓലയിൽ ഓടിയിട്ടുണ്ട്. പിന്നെ ഒരു 250 രൂപ
എടപ്പള്ളി ലുലു എന്നൊരു ചെറിയ പേഴ്സണൽ ട്രിപ്പും കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ ടോട്ടലി നമ്മുടെ ഏണിങ്സ് 2767 രൂപ. ഇനിയും ഓണാക്കി ഇനിയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രിപ്പ് കിട്ടും. അപ്പം ഇന്നത്തേക്ക് ഇത്രയും മതി. ഇപ്പം ഇങ്ങോട്ട് കറക്റ്റ് ട്രിപ്പ് കിട്ടിയോണ്ട് അല്ലെങ്കിൽ ഒരു 10,000 രൂപയ്ക്ക് എങ്ങനെ വന്നാലും ഓടാറുണ്ട് നമുക്ക്. കറക്റ്റ് വീട്ടിലേക്ക് ഓട്ടം കിട്ടി. വീടിൻ്റെ അവിടെ നിന്ന് ഒരു 100-150 മീറ്റർ. അപ്പോൾ പിന്നെ എന്തായാലും മടിയാവും. പിന്നെ കുറച്ച് നേരം വീട്ടിൽ പോയി കൊച്ചിനെയൊക്കെ കളിപ്പിച്ച് ചായയൊക്കെ കുടിച്ച് റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്ത്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കണ നമ്മുടെ ബ്രോക്ക് ഇപ്പം ടെസ്റ്റ് ആയതുകൊണ്ടിട്ട് ഓടാനും പറ്റില്ല. അപ്പോൾ ഞാൻ വൈകിട്ട് വണ്ടി ഫ്രീ ആണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഓർത്തൊന്ന് ഇനി കുറച്ച് നേരം അവനും ഓടിട്ടെന്ന് ഓർത്ത്, നമുക്കുള്ളതായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളത്. വേറൊരു വീഡിയോ ആയിട്ടൊക്കെ കാണാം. പിന്നെ അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഇത് ഇന്നത്തെ എൻ്റെ കാര്യങ്ങൾ മാത്രമാണ്. എല്ലാ ദിവസവും നല്ല ഓട്ടോ ഉണ്ടെന്നൊന്നും ഞാൻ പറയാനില്ല, എല്ലാ ദിവസവും ഒട്ടും ഓട്ടോ ഇല്ലെന്നും പറയാനില്ല. നമ്മൾ പോയി പെടണ ഏരിയയും എല്ലാം അതേപോലെ ഇരിക്കും നമുക്ക് ഓട്ടം കിട്ടണത്. പിന്നെ നമ്മൾ പോണ ദിവസവും അതൊക്കെ അനുസരിച്ചിരിക്കും. ഇപ്പം ഇന്നത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു 10-20 കിലോമീറ്ററൊക്കെ പറ്റേ വെറുതെ ഓടിക്കേണ്ടി വന്നിട്ടുണ്ടാവും, ഒരു 10-15 കിലോമീറ്ററൊക്കെ. അപ്പോൾ അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. കുറേ നേരം ചിലപ്പോൾ പോസ്റ്റ് അടിച്ച് കിടക്കേണ്ടി വരും. അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളത്, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ടൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.